അപ്പൊ അതിന്റെ ബാക്കി പത്രം നമുക്കിന്ന് നോക്കണം. ഇന്നലെ പഠിച്ച സാഹിത്യം അതിന്റെ ബാക്കി ഭാഗം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിവിധ എന്താ പറയാ കൃതികളും അത് എഴുതിയ ആൾക്കാരുടെ പേരുകളുമാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി നോട്ട് ഒരു 9 പേജിന്റെ നോട്ട് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സംഭവം കുറച്ച് പേരുകളും അവരെഴുതിയ പുസ്തകങ്ങളുടെ പേരുകളും മാത്രമേ ഞാൻ അതിൽ ഇട്ടിട്ടുള്ളൂ. ബാക്കി നമുക്ക് വഴിയെ തരാം. ഓക്കെ, അപ്പൊ ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്ത് തരാം. ഒന്ന് നോക്കിക്കോളൂ. കൃതികളും എഴുത്തുകാരും കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ആദ്യം നമ്മൾ കാണുന്ന രചയിതാവിന്റെ പേരാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകൾ ഏതൊക്കെയാണെന്ന് നോക്കൂ. സൗന്ദര്യപൂജ, കദളീവനം, മാണിക്യവീണ. ഇടപ്പള്ളി രാഘവൻ പിള്ള, അദ്ദേഹത്തിന്റെ പ്രധാന രചനകൾ ഏതൊക്കെയാണ്? മണിനാഥം, തുഷാരഹാരം, നവസൗരഭം, ഹൃദയസ്മിതം. വയലാർ രാമവർമ്മ, വയലാർ രാമവർമ്മയുടെ പ്രധാന കൃതികള് ആയിഷ, മുളങ്കാട്, സർഗസംഗീതം, എനിക്ക് മരണമില്ല, കൊന്തയും പുണൂലും. ടി പത്മനാഭൻ, ടി പത്മനാഭന്റെ പ്രധാന രചനകളാണ് പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി, ഗൗരി, കാലഭൈരവൻ. വിഷ്ണു നാരായണൻ നമ്പൂതിരി, അദ്ദേഹത്തിന്റെ രചനകളാണ് ഉജ്ജയിനിയിലെ രാപ്പകലുകൾ, അപരാജിത, ഉത്തരായനം, ഇന്ത്യ എന്ന വികാരം, ചാരുലത, ആരണ്യകം, എന്റെ കവിത, പരിക്രമം. ഇനി പത്മരാജൻ, പത്മരാജന്റെ നക്ഷത്രങ്ങളെ കാവൽ, ഇതാ ഇവിടെ വരെ, കള്ളൻ പവിത്രൻ, പെരുവഴി അമ്പലം, പ്രതിമയും രാജകുമാരി. അടുത്തത് പി കുഞ്ഞിരാമൻ നായർ, ഇദ്ദേഹത്തിന്റെ പ്രധാന രചനകൾ നോക്കിക്കോളൂ. കളിയച്ഛൻ, താമരത്തോണി. ഒ വി വിജയൻ, കടൽ തീരത്ത്, അതൊരു കഥയാണ്. ഖസാക്കിന്റെ ഇതിഹാസം, അത് നമ്മൾ കേട്ടിട്ടുണ്ടാവും ആ പേര്, ഖസാക്കിന്റെ ഇതിഹാസം. ധർമ്മപുരാണം, മധുരം, ഗായതി. എൻ വി കൃഷ്ണവാര്യർ, എൻ വി കൃഷ്ണവാര്യർ. ഗാന്ധിയും ഗോഡ്സെയും, കാളിദാസന്റെ സിംഹാസനം. അടുത്തത് അയ്യപ്പ പണിക്കർ, അയ്യപ്പ പണിക്കരുടെ പ്രധാന രചനകളാണ് ഗോത്രയാനം, കുരുക്ഷേത്രം. അക്കിത്തം അച്യുത നമ്പൂതിരി, 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം, നിമിഷ ക്ഷേത്രം, ബലിദർശനം. ഈ 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം ഒന്ന് പഠിച്ചു വെച്ചോളൂ, ചോദിച്ചു കണ്ടിട്ടുണ്ട്. ചങ്ങമ്പുഴ രമണൻ, സ്പന്ദിക്കുന്ന അസ്ഥിമാടം, പാടുന്ന പിശാച്. ജി ശങ്കരക്കുറുപ്പ്, യവനിക, ഓടക്കുഴൽ, സൂര്യകാന്തി, ഗീതാഞ്ജലിയുടെ വിവർത്തനം. സി വി രാമൻപിള്ള, വിശ്വദർശനം, പ്രേമാമൃതം, രാമരാജ ബഹദൂർ, മാർത്താണ്ഡവർമ്മ, ധർമ്മരാജൻ. ഇടശ്ശേരി ഗോവിന്ദൻ നായർ, അദ്ദേഹത്തിന്റെ പ്രധാന രചനകള് അളകാവലി, കറുത്ത ചെട്ടിച്ചികൾ, കാവിലെ പാട്ട്, ഒരു പിടി നെല്ലിക്ക, പൂതപ്പാട്ട്. പൂതപ്പാട്ട് കേട്ടിട്ടുണ്ടാവും അല്ലെ? അടുത്തത് വയലോപ്പള്ളി ശ്രീധരൻ മേനോൻ, മകരക്കൊയ്ത്ത്, മാമ്പഴം, കന്നിക്കൊയ്ത്ത്, കുടിയൊഴിക്കൽ, ശ്രീരേഖ. കണ്ണീർപ്പാടം, സഹ്യന്റെ മകൻ, വിട, കയ്പവല്ലരി, വിത്തും കൈക്കോട്ടും. അടുത്തത് മലയാറ്റൂർ രാമകൃഷ്ണൻ, വേരുകൾ, അത് കേട്ടിട്ടുണ്ടാവും. യന്ത്രം, യക്ഷി, നെട്ടൂർ മഠം, എൻ്റെ IAS ദിനങ്ങൾ, അതിരിൽ പൂത്തുനിന്ന മരങ്ങൾ, പൊന്നാനി, അനന്തയാത്ര, അമൃതം തേടി, ആറാം വിരൽ. ഓക്കെ, ഇപ്പൊ 4 പേജ് നമ്മൾ ഏകദേശം വായിച്ചു അല്ലെ? നമ്മൾ പല പല എഴുത്തുകാരുടെ പേരുകൾ ഇങ്ങനെ പറഞ്ഞുപോയി.
അവരെഴുതിയ കൃതികളും ഇങ്ങനെ വെറുതെ പറഞ്ഞു, അല്ലേ? അപ്പൊ ഈ പറഞ്ഞ പേരുകൾ ഒന്നോ രണ്ടോ തവണയെങ്കിലും വായിക്കാം. അപ്പോഴാണ് 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം. ഓക്കെ, അത് ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ട്. എവിടെയാണ് അത്? ഈ ഒരു പേജിൽ ഉണ്ടായിരുന്നു എന്നൊരു ഓർമ്മയെങ്കിലും നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാനൊരു 1 മിനിറ്റ് സമയം തരാം, ഇതൊന്ന് ഓടിച്ച് വായിച്ചു നോക്കാം. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടു, അതുകൂടാണ്ട് ഒരു തവണ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് വായിക്കാം. 1 മിനിറ്റ് സമയം എടുക്കാം, അത് വായിക്കാം. അതിനുശേഷം നമ്മൾ അടുത്ത പേജിലേക്ക് കിടക്കും. നമുക്ക് പ്രധാന കഥാപാത്രങ്ങൾ, അത് വരുന്ന കൃതികൾ ഏതൊക്കെയാന്ന് പഠിക്കാനുണ്ട്, ആത്മകഥകൾ പഠിക്കാനുണ്ട്, പിന്നെ അതുപോലെ യാത്രാ വിവരണങ്ങളുണ്ട്, പിന്നെ പ്രശസ്തമായ വരികൾ. ഇത്രയും പോർഷൻ കവർ ചെയ്താലാണ് നമ്മുടെ മലയാള സാഹിത്യത്തിലെ ഒരു സെക്ഷൻ കഴിയുള്ളൂ. അപ്പൊ അതില് ഏറ്റവും നീളമുള്ള സെക്ഷനിൽ കൂടെയാണ് നമ്മളിപ്പോ കടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടാ. ഒരു തവണ വായിച്ചെത്തിയവരൊന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ, കഴിഞ്ഞു എന്ന്. യെസ്, കംപ്ലീറ്റ് ആയി. അടുത്തത് പറയട്ടെ, തകഴി. തകഴി അദ്ദേഹത്തിന്റെ പ്രധാന രചനകളാണ് ഏണിപ്പടികൾ, തോട്ടിയുടെ മകൻ, ഇത് കേട്ടിട്ടുണ്ടാവും, തോട്ടിയുടെ മകൻ. പിന്നെ ഔസേപ്പിന്റെ മക്കൾ, കയറ് കേട്ടിട്ടുണ്ടാവും, രണ്ടിടങ്ങഴി കേട്ടിട്ടുണ്ടാവും, ചെമ്മീൻ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ കേൾക്കാൻ സാധ്യതയുള്ള പേരുകളാണ്. ചുക്ക്, 5 പെണ്ണുങ്ങൾ, പതിത പങ്കജം, അനുഭവ പാളിച്ചകൾ, ഇതൊക്കെ ആരുടെയാണ്? തകഴിയുടെയാണ്. അടുത്തത് കാക്കനാടൻ. കാക്കനാടന്റെ പ്രധാനപ്പെട്ട രചനകളാണ് ഒറോദ, അടിയറവ്, ജാപ്പാണ പുകയില, ഉഷ്ണമേഖല, കോഴി, സാക്ഷി, പറങ്കിമല. അടുത്തത് പി ഭാസ്കരൻ. പി ഭാസ്കരൻ ഓർക്കുക വല്ലപ്പോഴും, ഒറ്റക്കമ്പിയുള്ള തമ്പുരു, വയലാർ ഗർജിക്കുന്നു. എം മുകുന്ദൻ, ഇതിലെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ കേട്ടിട്ടുണ്ടോ? മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ, പ്രവാസം, കേശവന്റെ വിലാപങ്ങൾ, ഡൽഹി ഗാഥകൾ, ദൈവത്തിന്റെ വികൃതികൾ, ഹരിദ്വാറിൽ മണി മുഴങ്ങുന്നു. എം ടി വാസുദേവൻ നായർ, നാലുകെട്ട്, രണ്ടാം ഊഴം, മഞ്ഞ്, കാലം, അസുരവിത്ത്, നിന്റെ ഓർമ്മയ്ക്ക്. പി സി കുട്ടിക്കൃഷ്ണൻ. പി സി കുട്ടിക്കൃഷ്ണന്റെ തൂലികാനാമം എന്താണ്? അറിയാവുന്നവരുണ്ടോ? പി സി കുട്ടിക്കൃഷ്ണന്റെ തൂലികാനാമം. ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട്. ഉറൂബ്. ഉറൂബ് എന്നറിയപ്പെടുന്ന, തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആളാണ് പി സി കുട്ടിക്കൃഷ്ണൻ. അദ്ദേഹത്തിന്റെ പ്രധാന രചനകൾ നോക്കിക്കോളൂ. ഉമ്മാച്ചു, നീലക്കുയിൽ, സുന്ദരികളും സുന്ദരന്മാരും, തോപ്പിൽ ബാസി. അദ്ദേഹത്തിന്റെ പ്രധാന രചനകളാണ് മുടിയനായ പുത്രൻ, ഒളിവിലെ ഓർമ്മകൾ. അടുത്തത് ബാലാമണിയമ്മ, മുത്തശ്ശി, നിവേദ്യം,
കുടുംബിനി, പ്രണാമം, മഴുവിന്റെ കഥ. അടുത്ത നോക്കുക, പുഴ ആസ്പദമായ കൃതികൾ. ഏതാനും കൃതികളെ കുറിച്ച് നമ്മൾ പറയാം. തൂതപ്പുഴയെ പശ്ചാത്തലമാക്കി OV വിജയൻ രചിച്ച കൃതിയാണ് ഗുരുസാഗരം. മയ്യഴിപ്പുഴയുടെ പശ്ചാത്തലത്തിൽ M മുകുന്ദൻ രചിച്ച നോവലാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. പുഴ കടന്ന് മരങ്ങൾക്കിടയിലേക്ക്. ആ പുസ്തകം എഴുതിയ ആളാണ് T പത്മനാഭൻ. പുഴ മുതൽ പുഴ വരെ, അത് എഴുതിയത് C രാധാകൃഷ്ണൻ. ഒരു പുഴയുടെ ഓർമ്മ എഴുതിയത് M മുകുന്ദൻ. ഓളവും തീരവും എഴുതിയത് MT വാസുദേവൻ നായർ. നദീതീരങ്ങളിൽ എഴുതിയത് SK പൊറ്റക്കാട്. പുഴ പിന്നെയും ഒഴുകുന്നു, അത് എഴുതിയത് P ഭാസ്കരൻ. മൂന്നരുവിയും ഒരു പുഴയും, വെണ്ണിക്കുളം ഗോപാലകുറുപ്പ്. ഇനി ഇത്രയും നമ്മൾ പറഞ്ഞത് പുഴകളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ചില രചനകളാണ്. അടുത്തത് C രാധാകൃഷ്ണൻ. ഇദ്ദേഹത്തിന്റെ ഒരു കൃതി നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്? തീക്കടൽ കടഞ്ഞ് തിരുമധുരം. അതുപോലെയുള്ള ബാക്കി കൃതികൾ നോക്കിക്കോളൂ. മൃതസഞ്ജീവിനി, മുൻപേ പറക്കുന്ന പക്ഷികൾ, പുള്ളിപ്പുലികളും വെള്ളി നക്ഷത്രങ്ങളും, പിന്നിരാവ്, ഉള്ളിൽ ഉള്ളത്, പൂജ്യം, തേവിടിച്ചി. സുകുമാർ അഴീക്കോടിന്റെ പ്രധാന രചനകൾ തത്വമസി. ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു. അടുത്തൊരു രചയിതാവാണ് പാറപ്പുറത്ത്. അദ്ദേഹത്തിന്റെ പ്രധാന രചനകൾ നോക്കിക്കോളൂ. അരനാഴിക നേരം, ആകാശത്തിലെ പറവകൾ, നിണമണിഞ്ഞ കാൽപ്പാടുകൾ, വഴിയമ്പലം. അടുത്തത് സാറ ജോസഫ്. സാറ ജോസഫിന്റെ പ്രധാന രചനകളാണ് ആലാഹയുടെ പെൺമക്കൾ, ഒതപ്പ്, പാപത്തറ. ആനന്ദ്. ആനന്ദിന്റെ പ്രധാന രചനകളാണ് മരുഭൂമികൾ ഉണ്ടാകുന്നത്, ആൾക്കൂട്ടം, മരണ സർട്ടിഫിക്കറ്റ്, അഭയാർത്ഥികൾ. സേതുവിന്റെ പ്രധാന രചനകളാണ് പാണ്ഡവപുരം, ദാഹിക്കുന്ന ഭൂമി, അടയാളങ്ങൾ, മറുപിറവി. ഇനി VV അയ്യപ്പൻ. VV അയ്യപ്പന്റെ പ്രധാന രചനകളാണ് തോറ്റങ്ങൾ, A-B, തട്ടകം. O ചന്തുമേനോൻ. അദ്ദേഹത്തിന്റെ രചനകളാണ് ഇന്ദുലേഖ, ശാരദ. ഇതിലെ ശാരദയ്ക്ക് നമ്മൾ എന്തോ ഒരു പ്രത്യേകത ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഇതിലെ ശാരദ എന്ന പുസ്തകത്തിന് ഒരു പ്രത്യേകത ഉണ്ടെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആ പ്രത്യേകത എന്ന് പറയും? പേര് വിളിക്കണോ? അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തേ. ആരൊക്കെയോ ഇന്നലത്തെ നോട്ട് നോക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. ശാരദ എന്ന നോവലിന്റെ പ്രത്യേകത എന്താണ്? ചന്തുമേനോനുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തോ ഒരു കാര്യം ഇന്നലെ ശാരദയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? ആർക്കും ഓർമ്മയില്ലേ? ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്താ ശാരദയുടെ പ്രത്യേകത? അത് അപൂർണമായ നോവലാണ് എന്ന് പറഞ്ഞത് എഴുതി തീർക്കാൻ പറ്റിയിട്ടില്ല. ചന്തുമേനോന്റെ അപൂർണ കൃതിയാണ് ശാരദ. ഇന്നലെ നമ്മള് എവിടെയാണ് സുഗതകുമാരിയുടെ ജന്മഗൃഹം, അത് ഗവൺമെന്റ് ഒരു സംരക്ഷിത സ്മാരകമായി നിലനിർത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട് ചന്തുമേനോന്റെ അപൂർണമായ കൃതിയാണ് ശാരദ. ഓർമ്മയുണ്ടാവും. ആ ശാരദയാണ് ഈ ശാരദ കേട്ടോ. ആ
അടുത്ത് നോക്കാം, ലളിതാംബിക അന്തർജനം. ലളിതാംബിക അന്തർജനത്തിന്റെ കൃതിയാണ് അഗ്നിസാക്ഷി. ഇനി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, ഇദ്ദേഹത്തിന്റെ കൃതികളാണ് എൻ്റെ നാടുകടത്തൽ, പിന്നെ അത് കൂടാണ്ട് വൃത്താന്ത പത്രപ്രവർത്തനം. ഓക്കെ, ഇത്രയും വരെയുള്ള പോർഷൻ ഒന്ന് വായിച്ചോളൂ എല്ലാവരും. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക. കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ. വായിച്ചു. നമുക്ക് ഇപ്പൊ കുറച്ച് എഴുത്ത് ഒക്കെ പഠിച്ച് ബോറടിച്ചില്ലേ? അപ്പൊ നമുക്ക് കുറച്ച് എഴുത്തുകാരും അവരുടെ തൂലിക നാമങ്ങളും പഠിച്ചാലോ? ബോറടി ഒന്ന് മാറണല്ലോ, വേണ്ടേ? അപ്പൊ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് തൂലികാ നാമങ്ങളാണ്. സ്ക്രീൻ ഞാൻ ഷെയർ ചെയ്ത് തരാം. ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. സ്ക്രീൻ കാണുന്നുണ്ടോ എന്ന് പറയണേ.
കാണുന്നുണ്ടോ? ഓക്കെ, കാണുന്നുണ്ട്. നോക്കാം. പ്രേംജി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആരാണ്? MP ഭട്ടതിരിപ്പാടാണ്. MP ഭട്ടതിരിപ്പാട്. അക്കിത്തം എല്ലാവർക്കും അറിയാം. അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അഭയദേവ് എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? അയ്യപ്പൻ പിള്ളയാണ്. അയ്യപ്പൻ പിള്ള. അടുത്തത് ആശാമേനോൻ എന്നറിയപ്പെട്ടിരുന്നത് കെ ശ്രീകുമാറാണ്. കെ ശ്രീകുമാർ. ഇടമറുക് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് TC ജോസഫ് ആണ്. TC ജോസഫ്. MP അപ്പൻ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? M പൊന്നപ്പനാണ്. NN പാലൂർ എന്നറിയപ്പെട്ടിരുന്നത് മാധവൻ നമ്പൂതിരിയാണ്. മാധവൻ നമ്പൂതിരി. അടുത്തത് MRB എന്നറിയപ്പെടുന്നത് MR ഭട്ടതിരിപ്പാടാണ്. MR ഭട്ടതിരിപ്പാട്. എടശ്ശേരി എന്നറിയപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ ഇടശ്ശേരി എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ്. ഇനി ഇന്ദുചൂടൻ എന്ന തൂലികാനാമമുള്ള ആളാണ് KK നീലകണ്ഠൻ. ഉറൂബിന്റെ പേര് നമ്മളിപ്പോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉറൂബിന്റെ യഥാർത്ഥ നാമം എന്താണ്? ഇപ്പൊ തന്നെ പഠിച്ചതാണ്. PC കുട്ടികൃഷ്ണൻ. ഇനി ഏകലവ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഏകലവ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? KM മാത്യൂസ് ആണ്. ഒളപ്പമണ്ണ എന്ന പേരിൽ അറിയപ്പെടുന്നത് സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടാണ്. ഓംചേരി എന്ന പേരിൽ അറിയപ്പെടുന്നത് N നാരായണപിള്ളയാണ്. കപിലൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് K പത്മനാഭൻ നായരാണ്. കപിലൻ K പത്മനാഭൻ നായർ. ഇനി കാനം എന്ന് കേട്ടിട്ടുണ്ടോ? കാനം ഒരു എഴുത്തുകാരനാണ്. കാനം എന്നറിയപ്പെടുന്നത് ആരാണെന്ന് നോക്കിക്കോളൂ. EJ ഫിലിപ്പാണ് കാനം എന്നറിയപ്പെടുന്നത്. കാക്കനാടൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കാക്കനാടൻ ജോർജ് വർഗീസ് ആണ് കാക്കനാടൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനിയുണ്ട് മലങ്കാടൻ എന്ന പേരിൽ തൂലികാനാമത്തിൽ കവിതകൾ എഴുതിയിരുന്നത് ആരാണ്? മലങ്കാടൻ. ചെറുകാടാണ് അങ്ങനെ എഴുതിയിരുന്നത്. ചെറുകാടിന്റെ ഫുൾ നെയിം ആണ് C ഗോവിന്ദ പിഷാരടി. അടുത്തത് കുറ്റിപ്പുഴ എന്ന പേരിൽ കൃതികൾ എഴുതിയിരുന്നത് കൃഷ്ണപിള്ളയാണ്. കോവിലൻ കേട്ടിട്ടുണ്ടാവും. കോവിലന്റെ ഫുൾ നെയിം VV അയ്യപ്പൻ. VV അയ്യപ്പന്റെ പ്രധാന കൃതികൾ നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കട്ടക്കയം എന്നറിയപ്പെടുന്നത് ആരാണ്? കട്ടക്കയം എന്ന തൂലികാനാമത്തിൽ എഴുതുന്നത് ചെറിയാൻ മാപ്പിള. കേസരി എന്ന പേരിൽ എഴുതിയിരുന്നത് ബാലകൃഷ്ണപിള്ളയാണ്. ഇനി ചെറുകാടുണ്ട്. ചെറുകാടിന്റെ ഫുൾ നെയിം എന്താ നേരത്തെ പറഞ്ഞത്? C ഗോവിന്ദ പിഷാരടി. അടുത്തത് നോക്കുക. ചങ്ങമ്പുഴയുടെ ഫുൾ നെയിം എന്തായിരുന്നു? ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. അടുത്തത് NK ദേശം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് N കുട്ടികൃഷ്ണപിള്ള. അടുത്തത് ONV എന്നറിയപ്പെടുന്നത് ആരാണ്? ONVയുടെ ഫുൾ നെയിം അറിയാലോ അല്ലെ? ONVയുടെ ഫുൾ നെയിം എന്താണ്?
ONV കുറുപ്പ്. വലിയ പേരാന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ ഷോർട്ടാക്കിയിട്ട് ONV എന്ന് വിളിക്കണേ. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്താണ്? ONVയുടെ ഫുൾ നെയിം ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ്. അതാണ് ONV ട്ടാ. ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ്. ഇനി NV എന്നൊരു രചയിതാവുണ്ട്. NV. ONV അല്ലാണ്ട് NV. അതാരാണ് NV? NV കൃഷ്ണ വാര്യർ. NV കൃഷ്ണ വാര്യർ. അടുത്തത് പവനൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? പവനൻ. പവനൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് PV നാരായണൻ നായരാണ് അങ്ങനെ അറിയപ്പെടുന്നത്. അടുത്തത് പുളിമാന. പുളിമാന എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? പുളിമാന പരമേശ്വരൻ പിള്ള. ഇനി നിങ്ങൾക്ക് കേട്ടുപരിചയമുള്ള പേരായിരിക്കും തിക്കൊടിയൻ. തിക്കൊടിയൻ കേട്ടിട്ടില്ലേ? തിക്കൊടിയൻ. P കുഞ്ഞനന്ദൻ നായരെയാണ് തിക്കൊടിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. P കുഞ്ഞനന്ദൻ നായർ. അടുത്തത് തോപ്പിൽ ബാസി എന്നറിയപ്പെടുന്നത് ആരാണ്? തോപ്പിൽ ബാസി. ആരാണ് തോപ്പിൽ ബാസി എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഭാസ്കരൻ പിള്ളയാണ് തോപ്പിൽ ബാസി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി നിങ്ങൾ കേട്ടിട്ടുള്ള മറ്റൊരു പേരായിരിക്കും നന്ദനാർ. നന്ദനാർ എന്നത് PC ഗോപാലന്റെ തൂലികാനാമമാണ്. PC ഗോപാലൻ. അടുത്തത് പാറപ്പുറത്ത്. പാറപ്പുറത്ത് എന്നത് ആരുടെ തൂലികാനാമമാണ്? പാറപ്പുറത്ത് എന്നത് ആരുടെ തൂലികാനാമമാണ്? KE മത്തായിയുടെ തൂലികാനാമമാണ്. ഇങ്ങനെ തൂലികാനാമങ്ങളും ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറെ ഉണ്ട് കേട്ടോ. പമ്മൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? RP പരമേശ്വര മേനോൻ. RP പരമേശ്വര മേനോൻ. ഇനി P എന്ന പേരിൽ മാത്രം അറിയപ്പെടുന്ന ഒരു കഥാകാരനുണ്ട്. അതാരാണ്? P കുഞ്ഞിരാമൻ നായരാണ് P എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തത് മാലി എന്ന് തൂലികാനാമമുള്ള ആളാണ് മാധവൻ നായർ. മാലി മാധവൻ നായർ. മാധവ് എന്ന തൂലികാനാമത്തിൽ എഴുതുന്നത് ആരാണ്? മാധവ്. P മാധവൻ നായരാണ്. അടുത്തത് മുല്ലൂർ. മുല്ലൂർ എന്ന പേരിൽ രചനകൾ എഴുതുന്നത് A പരമേശ്വര പണിക്കരാണ്. അടുത്തത് മലബാറി. മലബാറി എന്ന പേരിൽ എഴുതുന്നത് KB അബൂബക്കർ. KB അബൂബക്കർ. അടുത്തത് സഞ്ജയൻ. സഞ്ജയൻ എന്ന പേരിൽ എഴുതുന്നത് MR നായരാണ്. MR നായർ. അടുത്തത് സരസകവി മൂലൂർ. സരസകവി മൂലൂർ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം S പത്മനാഭ പണിക്കർ. S പത്മനാഭ പണിക്കർ. വിലാസിനി MK മേനോൻ. വിലാസിനി MK മേനോൻ. അടുത്തത് സുമംഗല. സുമംഗല ലീല നമ്പൂതിരിപ്പാട്. ലീല നമ്പൂതിരിപ്പാട്. അടുത്തത് VKN. VK നാരായണൻ. VK നാരായണൻ. ഇനി കൽക്കി.
എന്ന പേരിൽ എഴുതിയത് ആർ കൃഷ്ണമൂർത്തി. സിനിക് എന്നുള്ള പേരിൽ എഴുതുന്നത് കുട്ടി നായർ. അതിനു മുമ്പ് ഒരു ചെറിയ പേരും കൂടി ഉണ്ട് കേട്ടോ. ഒരു സെക്കൻഡ്, എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ വി കെ നാരായണൻ കുട്ടി മേനോൻ എന്നാണ്. അതാണ് അതിന്റെ മിസ്റ്റേക്ക്. ഓക്കെ, ഇനി സിനിക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? സിനിക് അങ്ങനെ കേട്ടിട്ടേ ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഒരു പേര്. സിനിക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? വാസുദേവൻ നായരാണ് സിനിക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതും ഫുൾ നെയിം എങ്ങനെയാണ്? എം വാസുദേവൻ നായർ. അടുത്തത് കോഴിക്കോടൻ. കോഴിക്കോടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാണ്? കോഴിക്കോടൻ അപ്പുകുട്ടൻ നായരാണ് കോഴിക്കോടൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എം ആർ കെ സി അതാരാണ്? ചെങ്കുളത്ത് ചെറിയ കുഞ്ഞിരാമ മേനോൻ. അതാണ് എം ആർ കെ സി. ഓക്കെ, നമ്മളൊരു 3 പേജാണ് എന്ത് തന്നിരിക്കുന്നത്? തൂലിക നാമങ്ങൾ തന്നിരിക്കുന്നത്. ഈ തൂലിക നാമങ്ങൾ മാത്രം അത്യാവശ്യം നമുക്ക് പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഈ നോട്ട് ഇപ്പൊ തന്നെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാണ്. നിങ്ങൾക്ക് നോട്ട് വെച്ച് ഒരു തവണയെങ്കിലും ഒന്ന് വായിപ്പിക്കണം എന്നുള്ളത് എൻ്റെ ഒരാഗ്രഹം ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സമയം തന്ന് വായിക്കുന്നു പറയണത്. ആ തൂലിക നാമങ്ങള് ഗ്രൂപ്പിൽ വന്നതൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. എല്ലാവർക്കും തൂലിക നാമങ്ങൾ കിട്ടിയെന്ന് വിചാരിക്കുന്നു. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് ചാറ്റ് ബോക്സിൽ പറയണേ.
ഓക്കെ, വായിച്ചു. നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് അപരനാമങ്ങളാണ്. ചില രചയിതാക്കള് മറ്റു പല പേരുകളിൽ അറിയപ്പെടാറുണ്ട്, അല്ലെ? അങ്ങനെയുള്ള കുറച്ച് പേരെയാണ് നമ്മൾ ഇനി പരിചയപ്പെടാനായിട്ട് പോകുന്നത്. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള വാൽമീകി, അത് വള്ളത്തോൾ നാരായണ മേനോനാണ്. വള്ളത്തോൾ നാരായണ മേനോൻ. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് അങ്ങനെ അറിയപ്പെടുന്നത്. കേരള വ്യാസൻ ആരാണ്? കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. കേരള തുളസീദാസൻ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. കേരള പാണിനി ആരാണ്? AR രാജരാജവർമ്മയാണ്. കേരള ഇബ്സൻ എന്നറിയപ്പെടുന്നത് N കൃഷ്ണപിള്ളയാണ്. കേരള മോപ്പസാൻ എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കരൻ പിള്ളയാണ്. കേരള ചോസർ എന്നറിയപ്പെടുന്നത് ചീരാമകവിയാണ്. കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായരാണ്. കേരള ഹോമർ അയ്യപ്പപിള്ള ആശാൻ. കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് CV രാമൻ പിള്ള. കേരള എലിയട്ട് എന്നറിയപ്പെടുന്നത് NN കക്കാട്. കേരള സൂർദാസ് എന്നറിയപ്പെടുന്നത് പൂന്താനം. കേരളത്തിന്റെ ക്ഷേമേന്ദ്രൻ വടക്കുംകൂർ രാജവർമ്മ. കേരള ടാഗോർ എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ്. കേരള മാർക്ക് ട്വെയിൻ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. നായര് എന്നല്ല, നായർ തന്നെയാണ് കേട്ടോ. കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത് ONV കുറുപ്പ്. കേരള ടെന്നിസൺ വള്ളത്തോൾ നാരായണ മേനോൻ. കേരളത്തിലെ എമിലി ബ്രോണ്ടി. കേരളത്തിലെ എമിലി ബ്രോണ്ടി ആരാണ്? രാജലക്ഷ്മി. കേരളത്തിലെ എമിലി ബ്രോണ്ടി രാജലക്ഷ്മി. ഇനി മലയാളത്തിലെ ജോൺ ഗുന്ദർ എന്നറിയപ്പെടുന്നത് ആരാണ്? മലയാളത്തിലെ ജോൺ ഗുന്ദർ എന്നറിയപ്പെടുന്നത് ആരാണ്? ജോൺ ഗുന്ദർ SK പൊറ്റക്കാടാണ്. മലയാളത്തിന്റെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓർഫ്യൂസ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്നത് കട്ടക്കയം ചെറിയാൻ മാപ്പിള. മുസ്ലിം കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? മൊയ്തീൻ കുട്ടി വൈദ്യർ. ഇത് കുറച്ച് അപരനാമങ്ങളാണ്. ഈ അപരനാമങ്ങളൊക്കെ നമുക്ക് എന്തിനു ആവശ്യമുണ്ട്? എക്സാമിന് ആവശ്യമുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ PDF ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ടുണ്ട്. PDF വരുന്നില്ലേ എന്നൊന്ന് ഉറപ്പ് വരുത്തിക്കോളൂ. ഒന്നും മിസ്സായിട്ടില്ലല്ലോ എന്നൊന്ന് ഉറപ്പാക്കണേ. നമ്മളിന്ന് 3 കാര്യങ്ങളാണ് പഠിച്ചത്. എന്തൊക്കെയായിരുന്നു? എന്തൊക്കെയാണ് നമ്മളിന്ന് പറഞ്ഞ കാര്യങ്ങൾ? എന്തൊക്കെയാണ് നമ്മളിന്ന് പറഞ്ഞ കാര്യങ്ങൾ? തൂലികാനാമങ്ങൾ പറഞ്ഞു, അപരനാമങ്ങൾ പറഞ്ഞു, പിന്നെന്താ പറഞ്ഞത്? കുറച്ച് രചയിതാക്കളും അവരെഴുതിയ പ്രധാന കൃതികളുടെ പേരുകളും പറഞ്ഞു. ഇത്രയാണ് നമ്മളിന്ന് ആകെ ഡിസ്കസ് ചെയ്തത്. കുറച്ചധികം ഉണ്ട് എന്ന് തോന്നുന്നു അല്ലെ? PDF എണ്ണം കണ്ടിട്ട് പേടിക്കരുത്, അത് അങ്ങനെ കുഴപ്പമുള്ളതല്ല. വായിച്ചു വിട്ടാൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവരും പോർഷൻസ് വായിച്ചു നോക്കുക. അടുത്ത ദിവസം എക്സാം നടത്തുമ്പോൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാം.
ഓക്കെയാണോ പറഞ്ഞത്?